സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്രധാനപ്പെട്ട നിയമവിധിയൊന്ന് വിശദമായി നോക്കാൻ പോകുകയാണ്. പോക്സോ നിയമപ്രകാരം, അതായത് കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമം തടയുന്ന നിയമം, അത് പ്രകാരം 20 വർഷം തടവിന് ശിക്ഷ കിട്ടിയ ഒരാളുടെ ശിക്ഷ രാജസ്ഥാൻ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ശരി. പക്ഷേ കുട്ടിയുടെ അച്ഛൻ ഇതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി. അപ്പോ സുപ്രീം കോടതിയുടെ ഒരു പുതിയ വിധി വന്നിട്ടുണ്ട്, 2025 INSC 935. അതെ. ഇത് പല പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് ഒരാളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പീൽ കൊടുക്കുമ്പോഴോ മറ്റോ ഈ ശിക്ഷ നിർത്തിവെക്കുന്നതിലെ നിയമതത്വങ്ങൾ എന്തൊക്കെയാണ്, കോടതികൾ എന്താണ് പരിഗണിക്കേണ്ടത്, പിന്നെ സുപ്രീം കോടതി എന്തിനാണ് ഹൈക്കോടതിയുടെ ഈ തീരുമാനത്തിൽ ഇടപെട്ടത്. അതെ, അത് പ്രധാനമാണ്. നമുക്കതിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം വിചാരണ കോടതി, അതായത് ട്രയൽ കോർട്ട്, ഇയാളെ പോക്സോ സെക്ഷൻ 34(2) പ്രകാരം 20 വർഷം കഠിന തടവിനാണ് ശിക്ഷിച്ചത്. 20 വർഷം. കൂടെ പിഴയുമുണ്ടായിരുന്നു 50,000 രൂപ. ഓക്കെ. എന്നിട്ട് ഏകദേശം 1 വർഷവും 3 മാസവും കഴിഞ്ഞപ്പോഴാണ് ഹൈക്കോടതി ഈ ശിക്ഷ സ്റ്റേ ചെയ്യുന്നത്. അതെ, സസ്പെൻഡ് ചെയ്തു. എന്തായിരുന്നു ഹൈക്കോടതി കണ്ട കാരണങ്ങള്? ഹൈക്കോടതിയുടെ കാരണങ്ങൾ ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ ശരിയാണെന്ന് തോന്നാം. ഒന്ന്, കുട്ടിയുടെ ശരീരത്തിൽ ഒരു ലൈംഗിക അതിക്രമം നടന്നതിന് വ്യക്തമായ മെഡിക്കൽ തെളിവില്ല. ഓക്കെ. പിന്നെ ഈ ഫോറൻസിക് ലാബ് റിപ്പോർട്ട്, FSL റിപ്പോർട്ട് അല്ലെങ്കിൽ DNA റിസൾട്ടൊന്നും അതൊന്നും ഹാജരാക്കിയിട്ടില്ല. ശരി. പിന്നെ അവരൊരു വാദം പറഞ്ഞത് വീട്ടിൽ ബാത്റൂം ഉണ്ടായിട്ടും കുട്ടി രാത്രി വെളിയിൽ പോയി എന്ന് പറയുന്നത് എന്തോ ഒരു അവിശ്വസനീയമായി തോന്നി എന്നൊക്കെയാണ്. അതൊരു ലോജിക്കൽ പോയിന്റ് ആയിട്ടാണോ അവര് കണ്ടത്? ഒരു സംശയം പോലെ. പിന്നെ അപ്പീൽ തീർപ്പാവാൻ എന്തായാലും സമയമെടുക്കുമല്ലോ, അപ്പോൾ അതുമൊരു കാരണമായി പറഞ്ഞു. പക്ഷെ ഈ കാരണങ്ങൾ മതിയോ ഇത്രയും ഗുരുതരമായൊരു കേസിൽ ഒരാളുടെ ശിക്ഷ നിർത്തിവെക്കാൻ? CRPC സെക്ഷൻ 389 വെച്ച് നോക്കുമ്പോൾ ഇതിലും ശക്തമായ കാരണങ്ങൾ വേണ്ടേ? തീർച്ചയായും. അതുതന്നെയാണ് സുപ്രീം കോടതിയും ചോദിച്ചത്. ഈ സെക്ഷൻ 389 പ്രകാരം അപ്പീൽ നിലവിലുള്ളപ്പോൾ ശിക്ഷ നിർത്തിവെക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. പക്ഷേ അതിന് ചില വ്യവസ്ഥകളുണ്ടല്ലേ? അതെ. വിചാരണ കോടതിയുടെ കണ്ടെത്തലുകൾ, പ്രത്യേകിച്ച് ഇരയുടെ മൊഴി വിശ്വസനീയമാണ് എന്ന് ട്രയൽ കോർട്ട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളില്ലാതെ തള്ളിക്കളയാൻ ഹൈക്കോടതിക്ക് പറ്റില്ല. അതാണ് പോയിന്റ്. ഓംപ്രകാശ് സാഹി കേസിൽ സുപ്രീം കോടതി ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത് താഴെ കോടതി ഒരു സാക്ഷിയെ വിശ്വസിച്ചാൽ അതിനെ മറികടക്കാൻ അപ്പീൽ കോടതിക്ക് വളരെ വ്യക്തവും ശക്തവുമായ കാരണങ്ങൾ വേണം. ഇവിടെ ഹൈക്കോടതി പറഞ്ഞ കാരണങ്ങൾ അത്ര സ്ട്രോങ് അല്ലായിരുന്നു. അപ്പോ ഹൈക്കോടതിയുടെ ഓരോ വാദത്തെയും സുപ്രീം കോടതി എങ്ങനെയാണ് നേരിട്ടത്? ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ തെളിവില്ല എന്നത് ശരിയാണ്. മെഡിക്കൽ റിപ്പോർട്ടിൽ സെക്ഷുവൽ അസോൾട്ട് നടന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. FSL റിപ്പോർട്ടിനായി കാത്തിരിക്കുന്നു എന്നൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ. പക്ഷേ അത് മാത്രം വെച്ച് കുട്ടിയുടെ മൊഴിയെ മൊത്തത്തിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. കാരണം തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണല്ലോ മൊഴി. അതെ. അതിനെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും ഫോറൻസിക് തെളിവ് വേണമെന്ന് നിർബന്ധമില്ല. ശരിയാണ്. ഈ വീട്ടിൽ ബാത്റൂം ഉണ്ടായിട്ടും പുറത്തുപോയി എന്നതിനെപ്പറ്റിയോ? ആ സംശയം അത് വെറും ഊഹാപോഹം, അതായത് കഞ്ചക്ചർ മാത്രമാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അതത്ര അസാധാരണമല്ല. ശരിയാണ്. പിന്നെ ഈ FSL DNA റിപ്പോർട്ട് വിചാരണ സമയത്ത് ഹാജരാക്കാത്തത് അത് പ്രോസിക്യൂഷൻ കേസിനെ ദുർബലപ്പെടുത്തിയില്ലെന്ന് ട്രയൽ കോർട്ടും പറഞ്ഞിരുന്നു. കാരണം അത്തരം തെളിവുകൾ പ്രധാനമായും കൊറോബറേറ്റീവാണ്, അതായത് മറ്റ് തെളിവുകളെ ഒന്ന് ബലപ്പെടുത്താൻ. മനസ്സിലായി. അത് മാത്രം വെച്ച് ഒരു കേസ് നിൽക്കുകയോ വീഴുകയോ ചെയ്യില്ല. അതെ. ഇതിനു പുറമെ പ്രതിയുടെ ഒരു മുൻകാല ചരിത്രത്തിന്റെ പ്രശ്നം കൂടി ഉണ്ടായിരുന്നല്ലോ. അതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ഈ പ്രതിക്കെതിരെ 11 ക്രിമിനൽ കേസുകൾ ഓൾറെഡിയുണ്ട്. 11? അതെ. അതിൽ 6 എണ്ണം ഇപ്പോഴും നിലവിലുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോ ഇത്രയും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളുടെ ശിക്ഷ, അതും ഈ പശ്ചാത്തലമൊന്നും പരിഗണിക്കാതെ വ്യക്തമായ കാരണങ്ങളില്ലാതെ നിർത്തിവെച്ചത് അത് ഗുരുതരമായ പിഴവാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. വളരെ ശരിയാണ്. അപ്പോ ഈ കേസ് നമുക്ക് നൽകുന്ന ഒരു പ്രധാന പാഠം എന്തായിരിക്കും? ഏറ്റവും പ്രധാനം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ, പ്രത്യേകിച്ച് പോക്സോ പോലുള്ള കേസുകളിൽ, അതായത് കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട ആളുകളുടെ ശിക്ഷ അപ്പീൽ സമയത്ത് സ്റ്റേ ചെയ്യുമ്പോൾ ഹൈക്കോടതികൾ വളരെ ശ്രദ്ധിക്കണം. അതെ. വെറുതെ ചില സംശയങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ടെക്നിക്കൽ തെളിവുകളില്ല എന്നതിന്റെ പേരിലോ ഒന്നും വിചാരണ കോടതിയുടെ കണ്ടെത്തലുകളെ തള്ളിക്കളയരുത്. വിജയകുമാർ വേഴ്സസ് നരേന്ദ്ര എന്നൊരു കേസിനെ പറ്റിയും പറഞ്ഞില്ലേ? പറഞ്ഞു. ആ കേസിലെ തത്വങ്ങൾ
പോക്സോ കേസുകൾക്കും ബാധകമാണ് എന്ന് കോടതി എടുത്തു പറഞ്ഞു. അതായത് ശിക്ഷ നിർത്തിവെക്കുക എന്നത് ഒരു അവകാശമല്ല, അത് കോടതിയുടെ ഒരു വിവേചനാധികാരമാണ്. അത് ഉപയോഗിക്കണമെങ്കിൽ ശക്തമായ കാരണങ്ങൾ വേണം. വളരെ വ്യക്തമായി. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിയത്. അതെ, റദ്ദാക്കിയിട്ട് പ്രതിയോട് 2025 ഓഗസ്റ്റ് 30-നകം കീഴടങ്ങാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അതേസമയം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അപ്പീലിലെ അവസാന വിധിയെ ബാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? ഇത് സസ്പെൻഷൻ ഓർഡറിനെ പറ്റി മാത്രമാണോ? തീർച്ചയായും അത് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നിരീക്ഷണങ്ങൾ ശിക്ഷ സ്റ്റേ ചെയ്ത ഉത്തരവിനെ സംബന്ധിച്ച് മാത്രമാണ്. അപ്പീൽ കേൾക്കുമ്പോൾ മെറിറ്റ്സിൽ തീരുമാനമെടുക്കാം. ശരിയാണ്. അപ്പോ നിങ്ങൾ പ്രേക്ഷകർക്ക് ആലോചിക്കാൻ ഒരു കാര്യം കൂടി ഇവിടെ ബാക്കി വയ്ക്കാം. ഓക്കെ. അതായത് ഒരു ട്രയൽ കോർട്ട് ഇരയായ കുട്ടിയുടെ മൊഴി പൂർണ്ണമായി വിശ്വസിച്ച് ഒരാളെ ശിക്ഷിക്കുന്നു. പക്ഷേ ഫോറൻസിക് പോലെയുള്ള ശാസ്ത്രീയ തെളിവുകൾ ഒന്നുകിലില്ല അല്ലെങ്കിൽ ദുർബലമാണ്. അങ്ങനെയുള്ളപ്പോൾ അപ്പീൽ ഘട്ടത്തിൽ ശിക്ഷ സ്റ്റേ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുമ്പോൾ ആ ആദ്യത്തെ മൊഴിക്ക്, ആ വിശ്വാസ്യതയ്ക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കണം? അതൊരു വലിയ ചോദ്യമാണ്. അതെ. നിയമം എങ്ങനെയാണ് ഇവിടെ ഇരയുടെ നീതിയും അതേസമയം പ്രതിയുടെ അവകാശങ്ങളും തമ്മിലൊരു ബാലൻസ് കണ്ടെത്തുന്നത്? ഇതൊരു എപ്പോഴും ഒരു വെല്ലുവിളിയായി നിയമരംഗത്ത് നിലനിൽക്കുന്ന കാര്യമാണ്. തീർച്ചയായും. ആ ചോദ്യത്തോടെ നമുക്കിന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കാം. നന്ദി.